ലക്ഷദ്വീപുകാരുടെ ഫേമസ് ആയിട്ടുള്ള പോയ കിലാഞ്ചി അടിച്ചുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ലക്ഷദ്വീപിൽ. പച്ചരി കൊണ്ടുള്ള പത്തിരി പോലുള്ള വളരെ നൈസായിട്ടുള്ളൊരു വിഭവം, അതോട് കൂടി തന്നെ നാളികേരവും ശർക്കരയും തേങ്ങാപ്പാലുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പാക്കേജിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം സ്നോർക്കലിംഗ് ചെയ്യണം, അതേപോലെ തന്നെ കൽപ്പെട്ടി എന്ന് പറഞ്ഞൊരു ഐലൻഡിൽ പോകണം. ഇപ്പോൾ ഇതാണ് ഉദ്ദേശം. ആക്ച്വലി ഇത് 2 ദിവസമായിട്ട് ചെയ്യേണ്ട പരിപാടികളാണ്. ഞാനത് അടുത്ത ദിവസം എനിക്ക് കവരത്തിയിൽ പോകുന്നതുകൊണ്ട് ഞാനിത് ഒറ്റ ദിവസത്തിൽ തന്നെ തീർക്കുകയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഫുൾ ബിസി ആയിരിക്കും. കയാക്കിങ് ഇതിലുണ്ട്, ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ ഞാനത് ഒഴിവാക്കി. ഇന്നത്തെ ദിവസം നമുക്കൊരു മുഴുവനായിട്ട് വേണ്ടി വരും ഈ ഒരു പരിപാടികളൊക്കെ തീർക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് പോവാം. നമ്മൾ രാവിലെ തന്നെ ഒരു 8:30 കൂടി ഇവർ വിളിക്കാനായിട്ട് വന്നിരുന്നു. അതിനുശേഷം നമുക്ക് ബീച്ചിൻ്റെ അടുത്തേക്ക് വന്നു. നമ്മളോടൊപ്പം തന്നെ 1-2 ഫാമിലീസും കൂടെ ഉണ്ടാവും. അപ്പോൾ സ്നോർക്കലിംഗ് ചെയ്യാനായിട്ട് ബോട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബോട്ട് വന്നു, അതിൽ കയറി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവർ പാർസലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂബ ഡൈവിങ് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. നമുക്കിപ്പോൾ സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ്. സ്നോർക്കലിംഗ് എന്ന് പറയുമ്പോൾ കടലിൻ്റെ മേലെ കിടന്നുകൊണ്ട് ഒരു ഗ്ലാസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അടിയിലുള്ള ഫിഷുകളും കോറൽസൊക്കെ കാണലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് പാർസലായിട്ട് കൊണ്ടുവന്ന ബിരിയാണിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 2 മണി 3 മണിക്ക് ശേഷം നമ്മളൊന്ന് റൂമിൽ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി അവർ ഡ്രോപ്പ് ചെയ്തു. വിത്തിൻ ഹാഫ് ആൻ അവർ വീണ്ടും പിക്ക് ചെയ്യാൻ വന്നു. നമുക്ക് കൽപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുകൾ ആരും താമസിക്കാത്ത ഒരു ഐലൻഡിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഏകദേശം 3:30 കൂടിയിട്ട് നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കൽപ്പെട്ടി എന്ന് പറഞ്ഞ ഐലൻഡ് കാണാൻ പോവാണ്. അപ്പോൾ പോകുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ഗ്ലാസ് ബോട്ടിലാണ് പോകുന്നത്. ഗ്ലാസ് ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് കടലിൻ്റെ അടിയിലുള്ള കോറൽസ്, അതേപോലെയുള്ള കടലാമ്പകൾ, അതൊക്കെ കാണാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഇത് ആ കാണുന്ന ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൽപ്പത്തി ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടെ മനുഷ്യവാസം ഇല്ലാത്ത ഒരു ദ്വീപാണ്. ഇതിൻ്റെ ആകെ ഒരു വിസ്തീർണം എന്ന് പറയുന്ന ഒരു 300-400 മീറ്റർ ലെങ്ത്തും അതേപോലെ വിഡ്ത്തിൽ ഒരു അറൗണ്ട് ഒരു 120 മീറ്ററാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ആകെ ഒരു 15-20 മിനിറ്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഐലൻഡ് നമുക്ക് കറങ്ങി അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്താൻ പറ്റുന്നതാണ്. നാല് സൈഡിലും ഈ ഐലൻഡിൻ്റെ കോറൽസൊക്കെ ഒരുപാടുള്ള ഐലൻഡാണ് കേട്ടോ. അതേപോലെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ കണ്ടൽക്കാട് പോലുള്ള ഇതൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്ന പാറ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ പാറയുടെ ഉള്ളിലൊരു ഹോള് കാണാൻ പറ്റും. ബീക്കുഞ്ഞി പാറ എന്നാണ് ഈ ഒരു പാറനെ അറിയപ്പെടുന്നത് കേട്ടോ. ബീക്കുഞ്ഞി എന്ന് പറഞ്ഞൊരു സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ ശല്യം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയും പിന്നീട് പുറത്തിറങ്ങാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ മരിക്കുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസം, ഒരു കഥ. ഏകദേശം ഈ ഒരു ഐലൻഡിൽ ഒരു 1 മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്തു. നല്ല സൈലൻ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല കുറേ ഞണ്ടുകളെ കൂടി നടക്കുന്നത് കാണാം. 4 സൈഡിലും വളരെ സൈലൻ്റ്. ഇത് ഏകദേശം അഗത്തി ഐലൻഡിൽ അടുത്ത് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 മണിക്കൂർ 20 മിനിറ്റോളമാണ് ഞങ്ങൾ ബോട്ടിൽ യാത്ര ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. കവരത്തിയിൽ പോകുന്ന വീഡിയോസ്, അതൊക്കെ കവരത്തിയിലെ സ്ഥലങ്ങളൊക്കെ കാണേണ്ടത്. അതുപോലെ നമ്മൾ കപ്പലിൽ കയറുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, കപ്പലല്ല വെസലിൽ കയറുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വെസൽ അടുപ്പിക്കുന്നില്ല, കാരണം ആഴം കുറവ് കാരണം കൊണ്ട്. അതുകൊണ്ട് ചെറിയ ബോട്ടിൽ നമ്മൾ കയറ്റിയിട്ട് വെസലിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. സ്കൂബ കാര്യങ്ങളൊക്കെ നമ്മൾ കവരത്തിയിൽ വെച്ചിട്ടാണ് ചെയ്ത്. കൂടുതൽ വിശേഷങ്ങളിൽ അടുത്ത വീഡിയോയിൽ. താങ്ക് യു.